സ്കൂൾ ലൈഫ്, നല്ല മാർക്ക്, ഒരു അടിപൊളി ഭാവി, ഇതൊക്കെ തന്നെയാണല്ലേ നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. പക്ഷേ ഇതൊക്കെ നേടാനുള്ള ഓട്ടത്തിനിടയിൽ നിങ്ങളെ ശരിക്കും സപ്പോർട്ട് ചെയ്യാൻ, ഭാവിക്ക് വേണ്ടി റെഡിയാക്കാൻ ഒരു പുതിയ വഴി മുന്നിലുണ്ടെങ്കിലോ? ആ ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഈയൊരു വാചകം ഒന്ന് നോക്കിക്കേ, ശരിയല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ അച്ഛനും അമ്മയും പഠിക്കുന്ന കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന കരിയറുകൾ, ഒരുപാട് ഓപ്ഷൻസ്, കൂടെ അതുപോലെ തന്നെ പ്രഷറും. അപ്പോൾ ഈ പുതിയ ലോകത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. അതെ, സ്കൂൾ ലൈഫ് ഒരുപാട് മാറിയിട്ടുണ്ട്. പരീക്ഷയും പഠിത്തവുമൊക്കെ പണ്ടത്തെ പോലെ തന്നെയുണ്ടാകാം. പക്ഷേ അതിനുമപ്പുറത്തേക്ക് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലാസ് റൂമിന് വെളിയിലുള്ള യഥാർത്ഥ വെല്ലുവിളികൾ. ഒന്ന് ആലോചിച്ച് നോക്കാമോ? നിങ്ങളുടെ റിപ്പോർട്ട് കാർഡിലെ ആ മാർക്കുകൾക്കപ്പുറം നിങ്ങളുടെ റിയൽ ലൈഫിൽ എന്തൊക്കെയാ നടക്കുന്നത്? രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നതുവരെ എന്തൊക്കെ ചിന്തകളാവും മനസ്സിലൂടെ പോകുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോഴാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സ്റ്റുഡൻസായ നിങ്ങൾ അനുഭവിക്കുന്ന റിയൽ വേൾഡ് പ്രഷറുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു സൈഡിൽ എക്സാം ടെൻഷൻ, മറുസൈഡിൽ ഫോണിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ട്സൊക്കെ ലൈഫ് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ മാത്രം എവിടെയോ പിന്നിലായിപ്പോയോ എന്നൊരു ഫീൽ. ഫ്യൂച്ചറിനെ ഓർത്ത് ടെൻഷൻ അടിച്ച് ഉറങ്ങാൻ പറ്റാത്ത രാത്രികൾ. ഇതൊന്നും നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ. ഇന്ന് ഒട്ടുമിക്ക സ്റ്റുഡൻസും ഇതിലൂടെയൊക്കെയാണ് കടന്നുപോകുന്നത്. ഇതൊരു റിയാലിറ്റിയാണ്. അപ്പോ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതിനെന്താ ഒരു സൊല്യൂഷൻ? ഒരുപക്ഷേ അതിന്റെ ഉത്തരം നമ്മുടെ സയൻസിന്റെയോ മാത്സിന്റെയോ ടെക്സ്റ്റ് ബുക്കിലായിരിക്കില്ല. അതിനൊക്കെ അപ്പുറത്തായിരിക്കും. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. സ്കൂളിൽ നമ്മൾ സബ്ജക്ട്സ് പഠിക്കുന്നു, ഒരുപാട് അറിവ് നേടുന്നു, അതൊക്കെ വളരെ അത്യാവശ്യമാണ്. പക്ഷേ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ, ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ നോളജ് മാത്രമായിരിക്കില്ല, അല്ലേ? അവിടെയാണ് ലൈഫ് സ്കിൽസ്, അതായത് ജീവിതത്തിൽ വേണ്ട കഴിവുകളുടെ ആവശ്യം വരുന്നത്. സത്യം പറഞ്ഞാൽ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ തന്നെയില്ല. ടെൻഷൻ വരുമ്പോൾ എങ്ങനെ കൂളാവണം, ഒരാളുടെ മുഖത്ത് നോക്കി കോൺഫിഡൻസോടെ എങ്ങനെ സംസാരിക്കണം, ഒരു തോൽവി വന്നാൽ അതിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരണം, ഇതൊന്നും ഒരു ക്ലാസ് റൂമിലും പഠിപ്പിക്കുന്നില്ല. ഒന്നോർക്കണം, ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഒരു ഗ്യാപ്പ് മാത്രമാണിത്. അപ്പോ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ അറിവിന്റെ കൂടെ തന്നെ ലൈഫിൽ മുന്നോട്ടു പോകാൻ വേണ്ട സ്കിൽസ് നേടാൻ ഒരു പുതിയ വഴിയുണ്ട്. അതാണ് ഈ പുതിയ ഗ്രോത്ത് ജേണി. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിനു വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണിത്. ലൈഫിലെ ഏറ്റവും ക്രൂഷ്യൽ ടൈമാണല്ലോ അത്. 30 ആഴ്ച നീളുന്നൊരു യാത്ര. ഒന്നുകൂടി പറയട്ടെ, ഇതൊരു ട്യൂഷനല്ല, മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമല്ല, ലൈഫിലെ എക്സാംസിന് ഫേസ് ചെയ്യാൻ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ഒരിടം. ഈ ഒരു ട്രെയിനിങ്ങിന്റെ ബേസ് എന്ന് പറയുന്നത് കോമ്പീറ്റൻസി മോഡലാണ്. സിമ്പിളായി പറഞ്ഞാൽ, സൈക്കിൾ ഓടിക്കാൻ ബുക്ക് വായിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മളത് ഓടിച്ച് തന്നെ പഠിക്കണം. വീഴുമ്പോൾ എണീക്കാനുള്ള ധൈര്യം വേണം. അതുപോലെ തന്നെയാണ് ഇവിടെയും. അറിവ് മാത്രം പോരാ, അത് ഉപയോഗിക്കാനുള്ള കഴിവും കറക്റ്റായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യുക. അതാണ് ലക്ഷ്യം. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഐഡിയയാണ് ബ്രെയിൻ ബോഡി ബിഹേവിയർ കണക്ഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എക്സാമിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിടിക്കുന്നത് അതെന്താ? നിങ്ങളുടെ ചിന്ത, അതായത് ബ്രെയിൻ, നിങ്ങളുടെ ശരീരത്തെ, ബോഡിയെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈയൊരു കണക്ഷൻ മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മുടെ ചിന്തകളെയും ശരീരത്തെയും കൺട്രോൾ ചെയ്ത് നമ്മുടെ പെർഫോമൻസ് തന്നെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ജേണിയിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കാൻ പോകുന്നേ? എക്സാം ഫിയറിനെ എങ്ങനെ കോൺഫിഡൻസോടെ നേരിടാം, മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആവാതെ അതിനെ എങ്ങനെ സ്മാർട്ടായി ഉപയോഗിക്കാം, ദേഷ്യവും സങ്കടമൊക്കെ വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഫ്രണ്ട്സിന്റെ പ്രഷറിന് വഴങ്ങാതെ സ്വന്തം നിലപാടിൽ എങ്ങനെ ഉറച്ചു നിൽക്കാം, കരിയറിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി എങ്ങനെ ഉണ്ടാക്കാം, ഇതൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ യാത്ര കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും മാറുക? ഫ്യൂച്ചറിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ എത്രത്തോളം റെഡിയാവും? നമുക്ക് നോക്കാം. എക്സാം ഹാളിൽ കയറുമ്പോഴുള്ള ആ നെഞ്ചിടിപ്പും പഠിച്ചതൊക്കെ മറന്നുപോകുന്ന അവസ്ഥയും അതിനുണ്ടാവില്ല. പകരം ഏതു വലിയ എക്സാമിനെയും കൂളായി കോൺഫിഡൻസോടെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇൻസ്റ്റഗ്രാമിൽ മറ്റുള്ളവരുടെ പെർഫെക്റ്റ് ലൈഫ് കണ്ട് വിഷമിച്ചിരിക്കുന്നതിനു പകരം നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് നിങ്ങളുടെ സ്വന്തം വഴിയിലൂടെ കോൺഫിഡൻസോടെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കും. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ കൂടാൻ വേണ്ടി മാത്രം ഒരു കാര്യത്തിന് യെസ് പറയേണ്ടി വരില്ല. ശരിയായ ഡെസിഷൻസ് എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുമുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ, ഈ യാത്രയുടെ അവസാനം നിങ്ങൾ വെറുമൊരു നല്ല സ്റ്റുഡന്റ് ആയിരിക്കില്ല, മറിച്ച് പഠിത്തത്തിലും ലൈഫിലും ഒരുപോലെ ഷൈൻ ചെയ്യാൻ പറ്റുന്ന, ഏതു പ്രശ്നത്തെയും ധൈര്യത്തോടെ ഫേസ് ചെയ്യാൻ പറ്റുന്ന, മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായി നിങ്ങൾ മാറും. അപ്പോൾ ഈ മാറ്റത്തിന്റെ യാത്രയെക്കുറിച്ച് നമ്മളിപ്പോൾ കേട്ടു.
ഇനി നിങ്ങളുടെ ടേണാണ്. ഈ ഗ്രോത്തിലേക്കുള്ള നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? പോകുന്നതിനു മുൻപ് എന്റെ ഒരു ചോദ്യം. നിങ്ങളുടെ ലൈഫിൽ ഒരു ചെറിയ പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാൻ, സ്വയം ഒന്നുകൂടി ബെറ്ററാകാൻ ഈ ആഴ്ച നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കുഞ്ഞു കാര്യം എന്തായിരിക്കും? അതെന്തു വേണമെങ്കിലും ആകാം. പക്ഷെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അത് ഇന്ന് തന്നെ എടുക്കുക. ഈ ഒരു ഗ്രോത്ത് ജേർണിയിൽ ജോയിൻ ചെയ്യാനോ കൂടുതൽ കാര്യങ്ങൾ അറിയാനോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് ഡീറ്റെയിൽസ് ഉപയോഗിക്കാം. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അത് നിങ്ങൾ നേടുന്ന ഓരോ പുതിയ സ്കില്ലിലും നിങ്ങൾ വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പിലുമാണ്. ആ യാത്രയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.